गायत्री मंत्र, सद्बुद्धि का मंत्र। ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि ധിയോ യോ നഃ പ്രചോദയാത്. ഇന്നത്തെ കഥയാണ് പർവ്വതനിരയിലെ കല്ല്. ഒരു പർവ്വതത്തിൻ്റെ ഉയർന്ന കൊടുമുടിയിൽ നിന്ന് 2 കല്ലുകൾ ഒരുമിച്ച് ഉരുണ്ടുവന്നു. അലക്കുകാരനായ ഒരാൾ തൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കല്ലിൽ അടിച്ച് വൃത്തിയാക്കി. നദിയുടെ തീരത്ത് പണിതീർത്ത ഒരു ക്ഷേത്രത്തിൽ ശിവലിംഗ രൂപത്തിൽ ആയ കല്ലിനെ എല്ലാവരും ആരാധിച്ചിരുന്നു. ഒരു ദിവസം അലക്കുകാരൻ്റെ കല്ല് സങ്കടത്തോടെ ശിവലിംഗത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു: "നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദേവനായ നിന്നെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. ഭവബന്ധനങ്ങളിലുള്ള ജീവികൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എത്രമാത്രം സമാധാനം അനുഭവിക്കുന്നു. നിങ്ങൾക്ക് എത്രമാത്രം സംതൃപ്തി തോന്നുന്നു. നമുക്കും ഈ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു." ശിവലിംഗമായി മാറിയ കല്ല് തന്നെക്കുറിച്ച് അത്തരം പ്രശംസകൾ കേട്ട് ഗൗരവത്തിലായി. എന്നിട്ട് പറഞ്ഞു: "നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഞങ്ങൾ ക്ഷണികമായ സമാധാനം നൽകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിനോടൊപ്പം ശാന്തിയും നൽകുന്നു. നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ എല്ലാവരുടെയും അഴുക്ക് കഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സാധന അനുഗ്രഹീതവും എൻ്റെതിനേക്കാൾ ഉയർന്നതുമാണ്. എന്നിലേക്ക് വരുന്ന ആദ്യത്തെ മാനദണ്ഡം നീയാണ്. അതുകൊണ്ടാണ് ആളുകൾ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ നിന്നെ ആരാധിക്കുന്നത്." അത് കേട്ടതോടെ ആ കല്ല് മത്തുപിടിച്ച് ഇരട്ടി ആവേശത്തോടെ ആളുകളുടെ അഴുക്ക് കഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലിയെ ആരാധിക്കണം എന്ന് പറയുന്നത്.